പറയാനോ? മോളിന് ഒരു തെറ്റും ചെയ്യില്ല. മുത്തശ്ശി മോളോട് പിണങ്ങരുത്. വിഷമിക്കാതിരിക്കും മഞ്ജു, എല്ലാം ശരിയാകും. ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോവാണ്. ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല. നോ, മഞ്ജു ഇവിടുന്ന് പോകരുത്. മഞ്ജു ഇല്ലാതെ എനിക്ക്... ഇല്ല രവി, ആന്റി ഒരിക്കലും നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കില്ല. അഥവാ മമ്മി സമ്മതിച്ചില്ലെങ്കിലും മഞ്ജുവിനെ ഞാൻ വിവാഹം കഴിക്കും. നാളെ ഞങ്ങളെല്ലാം അമ്മാവന്റെ മകന്റെ വിവാഹത്തിന് കണ്ണൂർക്ക് പോവുകയാണ്. വിവാഹം കഴിഞ്ഞ് വന്നിട്ട് മമ്മിയുമായി എല്ലാം സംസാരിച്ച് ശരിപ്പെടുത്താം. ഞാൻ വരുന്നതുവരെ മഞ്ജു ഇവിടെ തന്നെ ഉണ്ടാകണം. ഡാഡി. ശരി. പോയിട്ട് വരട്ടെ ഡാഡി. ഡാഡി ശരി, പോയിട്ട് വരും. എടോ ഗേൾഫ്രണ്ടേ, തനിക്ക് എന്ത് പറ്റിയിടോ? ദേ, എനിക്ക് ഈ കണ്ണീര് കാണുന്ന ഒട്ടും ഇഷ്ടമല്ല. ആന്റിയോട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരെ യാത്ര അയക്കാൻ പോലും ആന്റി വരാതിരുന്നത്. മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. മോളൊരു കാര്യം ചെയ്യും, മോൾ ആന്റിയുടെ അടുത്ത് ചെന്ന് നിന്റെ മധുരമുള്ള സ്വരത്തിൽ ഒരു 2 ഡയലോഗ് ആക്കിയാൽ മതി, എല്ലാം ശരിയാവും. ബാക്കി കാര്യം ദേ ഈ ബോയ് ഫ്രണ്ട് ഏറ്റു. ചെല്ലുമോളെ. ആന്റി, എന്നോട് ക്ഷമിക്കൂ ആന്റി. ഇന്നലെ നടന്ന സംഭവങ്ങൾക്കെല്ലാം കാരണക്കാരി ഞാനാണ്. ഈ വീട്ടിൽ എന്ത് നടന്നാലും അതിനുള്ള ഉത്തരവാദി ഞാനും ഈ വീട്ടിലുള്ളവരും മാത്രമാണ്. അതിഥികളായി വരുന്നവർക്ക് ഈ വീട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ഞാനത് സമ്മതിക്കുന്നില്ല. ആന്റി, ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല. എന്നോട് ക്ഷമിച്ചെന്ന് പറയൂ ആന്റി. എന്താ ഇതാ? മഞ്ജു മുറിയിലേക്ക് പോയിക്കോളൂ. മക്കളൊക്കെ പോയപ്പോ വീട് ഉറങ്ങിയതുപോലെ ആയി അല്ലേ പത്മാവതി? അവരെല്ലാവരും കൂടെ ഉറങ്ങിപ്പോകുന്നത് കണ്ടപ്പോ മനസ്സിനെന്തോ ഒരു പ്രയാസം. മനസ്സിന് കൂടുതൽ ശക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അവരോരോരുത്തര് അവരവരുടെ കാര്യങ്ങൾ നോക്കി വീട് വിട്ടിറങ്ങി പോകുമ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാനാവില്ലെന്ന് വരും. നീ എന്താ പത്മാവതി പറയുന്നത്? സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. അവർ കുട്ടികളല്ലേ, പക്വതയും വിവരവുമുള്ള നമ്മളല്ലേ അതൊക്കെ ക്ഷമിക്കേണ്ടത്. നീ അതൊക്കെ അങ്ങ് മറന്നേക്ക്. കഴിഞ്ഞതൊന്നും എനിക്ക് മറക്കാനാവില്ല.
അങ്കിൾ, ഞാനിന്ന് രാത്രിത്തെ വണ്ടിക്ക് വീട്ടിലേക്ക് പോവാണ്. ഈ രാത്രി തന്നെ മോൾ എന്തിനാ പോകുന്നത്? നാളെ രാവിലെ പോയാ മതി, അങ്കിൾ കൊണ്ടാക്കാം. വേണ്ട അങ്കിൾ, എനിക്ക് ഇന്ന് തന്നെ പോണം. എനിക്കെന്റെ ഡാഡിയെ കാണുമെന്നൊരു തോന്നൽ. ആന്റി, ഞാനിന്ന് വീട്ടിലേക്ക് പോവാണ്. ശരി. അതിനു മുമ്പ് ആന്റി എന്നോട് ക്ഷമിച്ചെന്ന് പറയണം. അതിന് കുട്ടി ഒരു തെറ്റ് എന്നോട് ചെയ്തില്ലല്ലോ. ഒരു പ്രാവശ്യം നീ അവളോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാ നീ എന്താ ചെറുതായി പോകും പത്മാവതി? ആന്റി, ആന്റി എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരില്ല. നിനക്ക് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം, അതെല്ലാം നിന്റെ ഇഷ്ടം. ആന്റി പ്ലീസ്. നോക്കൂ, രാത്രി വണ്ടിക്ക് പോകേണ്ടതല്ലേ, അല്പം വിശ്രമിക്കും. പത്മാവതി, ഇത്രയും പിടിവാശി നിനക്ക് പാടില്ല. നിന്നോട് മാപ്പി ചോദിക്കാൻ വന്ന ആ കുട്ടിയെ നീ കരയിച്ചു വിട്ടല്ലേ? അവളൊരു കൊച്ചുകുട്ടിയൊന്നുമല്ല. എല്ലാം മനസ്സിലാക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും ഒക്കെ അവൾക്കുണ്ട്. ഈ വീട്ടിൽ എന്ത് ചെയ്യണമെങ്കിലും നിന്നോട് ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് തുറന്ന് സംസാരിക്കണമെങ്കിൽ, ഒന്ന് ഉറക്കെ ചിരിക്കണമെങ്കിൽ നിന്നെ പേടിക്കണം. എന്നെ പേടിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നീ പറയുന്നതിന്റെ അർത്ഥം എന്താ? അതാ എനിക്ക് മനസ്സിലാത്തത്. നിങ്ങളൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. ഞാൻ ഉച്ചത്തിൽ സംസാരിക്കും. ഇനിയും എന്റെ ശബ്ദം ഉയരും. കഴിഞ്ഞ 30 വർഷക്കാലം നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി നീ പറഞ്ഞതെല്ലാം അനുസരിച്ച് ജീവിച്ചവനാ ഞാൻ. നമ്മുടെ മക്കളൊന്ന് ചീട്ട് കളിച്ചാൽ, മരുമക്കളൊന്ന് നൃത്തം ചെയ്താൽ ഈ വീട് ക്ലബ്ബോ നൃത്തശാലയാവുമെന്നാ നിന്റെ ഭയം. നിങ്ങൾ പറയുന്നത് ഇവിടെ ഡിസിപ്ലിൻ ഒന്നും വേണ്ടെന്നാണോ? ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ. ഹോസ്പിറ്റലിലെ ഡിസിപ്ലിൻ, ജയിലിലെ ഡിസിപ്ലിൻ. എനിക്ക് മടുത്തു. പാവം മഞ്ജു. ആ കുട്ടിയോട് മാപ്പ് ചോദിക്കാനല്ലേ നിന്നോട് ആവശ്യപ്പെട്ടത്? അവളോട് ക്ഷമിച്ചുവെന്ന് ഒരു വാക്ക് പറയാന്. പക്ഷേ നീ അതിനുവേണ്ടിയാണെങ്കിൽ നിങ്ങൾ ശബ്ദം ഉയർത്തണമെന്നില്ല. ഞാൻ പറയില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ വീട്ടിൽ ഞാൻ ആരുമല്ലെന്ന്. എന്നെ മക്കളെ സ്നേഹിക്കാനല്ല, ഭരിക്കാനാണ് നിനക്ക് ആവേശം. ഇനി ഞാൻ അത് അനുവദിക്കില്ല. ഞാൻ ഇനി അത് അനുവദിക്കും. മഞ്ജു, വാരിവിടെ കണ്ടോ? വാരി ഇപ്പൊ പുറത്തേക്ക് പോകുന്നുണ്ടോ? എന്തായി മഞ്ജു? അങ്കിന് നല്ല സുഖമില്ല, ഹാർട്ടിനാണെന്ന് തോന്നുന്നു. ഉടനെ ഡോക്ടർ ജോസഫിനെ വിളിക്കണം. ആ മഞ്ജു, അതിന്റെ അങ്കിളുടെ അടുത്തേക്ക് പോയിക്കോളൂ. ഞാൻ ഡോക്ടറെ വിളിക്കാം. ഹലോ, ഡോക്ടർ ജോസഫ് ചെറിയാന്റെ വീടല്ലേ? ഞാൻ വിശ്വനാഥ മേനോന്റെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഡോക്ടറില്ലേ? ഔട്ട്ഡോർ സ്റ്റേഷനോ? ഓ ഗോഡ്, വേറെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആരാണുള്ളത്? ഡോക്ടർ വാസുദേവനോ? ആ ഫോൺ നമ്പർ ഒന്ന് തരാമോ?